ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഗസ യുദ്ധത്തിൽ ഇന്ന് നമ്മൾ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേൽ വ്യോമാക്രമണം അതിന്റെ അങ്ങേയറ്റത്തിലേക്ക് എത്തിക്കുകയാണ് എന്നുള്ളതാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അവകാശവാദങ്ങൾ പ്രകാരം ഏതാണ്ട് 100 കേന്ദ്രങ്ങളിൽ ഒറ്റയടിക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് സിവിലിയൻസ്, സ്ത്രീകൾ, കുട്ടികൾ ഒക്കെ മരിച്ചു വീണിട്ടുമുണ്ട്. മരണസംഖ്യ 21,000 കടന്നിരിക്കുന്നു. ജബാലിയ ക്യാമ്പ് അടക്കമുള്ള അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് രക്തരൂഷിതമായ, നിഷ്ഠൂരമായ, നിഷ്കരുണമായ ആക്രമണമാണ് ഇസ്രായേൽ തുടരുന്നത്. വ്യോമാക്രമണത്തിന്റെ തോത് ഒട്ടും കുറയ്ക്കാതെ പരമാവധി വർദ്ധിപ്പിക്കുന്ന യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ആക്രമണത്തിലേക്ക് നെതന്യാഹു കടന്നിരിക്കുന്നു, ഇസ്രായേൽ കടന്നിരിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ ഇസ്രായേലിന് അതിശക്തമായ തിരിച്ചടിയുമായി ഹമാസ് ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയും ഇതോടൊപ്പം പുറത്തു വരികയാണ്. അതായത് എവിടെയൊക്കെയാണോ ഇസ്രായേൽ ആക്രമണങ്ങൾ കടുപ്പിക്കുന്നത് അവിടങ്ങളിലൊക്കെ അതേ തോതിൽ ആക്രമണം കടുപ്പിക്കുകയാണ് ഹമാസും. അതായത് ഇസ്രായേൽ ഇത്രയും കാലം ഒരു പ്രദേശത്ത് 10 ബോംബുകളാണ് ഇട്ടിരുന്നതെങ്കിൽ ആക്രമണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി അത് 20 ബോംബുകൾ ആക്കിയെങ്കിൽ, ഹമാസ് ഇത്രയും കാലം 5 ബോംബുകൾ വെച്ചാണ് തിരിച്ചടിച്ചിരുന്നതെങ്കിൽ ഹമാസിന്റെ ആക്രമണത്തിന്റെ തോത് 10ആയി മാറിയിട്ടുണ്ട്, അതിൽ ഇരട്ടിയാക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പുതിയ പുതിയ ആയുധങ്ങൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ പുതിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പുതിയ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതോടൊപ്പം പുതിയ ആക്രമണ രീതികൾ പ്രയോഗിച്ചുകൊണ്ട് കൂടുതൽ ഇസ്രായേലി സൈനികരെ കൊല്ലുകയാണ് ഹമാസ് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ഹമാസിന്റെ അവകാശവാദങ്ങളുടെ സംക്ഷിപ്ത രൂപം പുറത്തുവിട്ടത് ഹിന്ദുസ്ഥാൻ ടൈംസ് ആണ്. അവർ നിരവധി ഹമാസിന്റെ വീഡിയോകളും ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. ആ വീഡിയോകളിൽ നമ്മൾ കാണുന്നത് ജബാലിയ, ഷെയ്ഖ് സയ്യേദ്, അബ്രാജൽ നദ തുടങ്ങിയ മേഖലകളിൽ തുടർച്ചയായ ആക്രമണങ്ങൾ ഹമാസ് നടത്തുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, അവരതിനെ വിളിക്കുന്നത് 3-way അറ്റാക്ക് എന്നാണ്. അതായത് 3 ഭാഗങ്ങളിൽ നിന്നും അതിശക്തമായ, അപ്രതീക്ഷിതമായ ആക്രമണങ്ങൾ. ഒന്ന്, ഇസ്രായേലിന്റെ സൈനികർ ഇരിക്കുന്ന, ക്യാമ്പ് ചെയ്യുന്ന കെട്ടിടങ്ങൾ, ബ്രിക്ക് ഹൗസുകൾ, അതിലേക്ക് ഏത് നിമിഷവും അപ്രതീക്ഷിതമായ ആക്രമണങ്ങൾ വരുന്നു. അതേസമയം തന്നെ ഈ ആക്രമണം നടക്കുന്ന അതേ സമയത്ത് തന്നെ സൈനികർ സഞ്ചരിക്കുന്ന ജീപ്പുകൾ കേന്ദ്രീകരിച്ച്, അതായത് സൈനിക ട്രൂപ്പുകളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പ്രധാന പാതകളിലൂടെ അല്ലെങ്കിൽ ഉൾനാടൻ പ്രദേശങ്ങളിലൂടെയൊക്കെ പോകുന്ന അക്രമം വിപുലീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജീപ്പുകൾ, ആ ജീപ്പുകളിലേക്ക് ഇവരുടെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്ന അതേപോലെ തന്നെ അതേ സമയത്ത് തന്നെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഏതാണ്ട് അതേ സമയത്ത് തന്നെ ടാങ്കുകളും തുടർച്ചയായി ആക്രമിച്ച് തകർക്കുന്നു. ഇതിന്റെ 3ന്റെ വീഡിയോകളും 3-way അറ്റാക്ക് വീഡിയോകൾ ഒരേ സമയം ഹമാസ് പുറത്തുവിട്ടിരിക്കുകയാണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞ 3 പ്രദേശങ്ങളിൽ നിന്ന്. ഇതിൽ ജബാലിയയിലടക്കം ഇസ്രായേൽ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ആക്രമണം കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കഴിഞ്ഞ 2 ദിവസമായി വാർത്തകൾ വന്നിരുന്നു. അതേ ജബാലിയയിൽ തന്നെയാണ് ഇസ്രായേലിനെതിരെ ഇപ്പോൾ ഈ 3-way അറ്റാക്ക് അടക്കമുള്ളവ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് എവിടെ നിന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം പ്രതീക്ഷിക്കാം. ഇസ്രായേൽ സൈന്യം പ്രധാനമായും ഉപയോഗിക്കുന്ന 3 കാര്യങ്ങൾ: ഒന്ന്, ആ സൈനികർ അസംബിൾ ചെയ്യുന്ന കെട്ടിടങ്ങൾ, അല്ലെങ്കിൽ ഹമാസിന്റെ തുരങ്കങ്ങൾ തപ്പിപ്പോകുന്ന, അല്ലെങ്കിൽ ഹമാസിന്റെ കയ്യിലുള്ള ബന്ദികളെ തപ്പിപ്പോകുന്ന പൊളിഞ്ഞു വീണ കെട്ടിടങ്ങൾ, ബ്രിക്ക് ഹൗസുകൾ. അതാണ് ഒന്ന്. 2 പറയുന്നത് ഇവർ ഫുൾ ടൈം ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്ന, ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്കൊക്കെ വേഗത്തിൽ പോകാനായി ഉപയോഗിക്കുന്ന ജീപ്പുകൾ. 3, സംഹാര താണ്ഡവത്തിന് ഉപയോഗിക്കുന്ന ടാങ്കുകൾ, മെർക്കാവ ടാങ്കുകൾ അടക്കമുള്ള അത്യാധുനികമായ ടാങ്കുകൾ, ക്യാമറ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ടാങ്കുകൾ. അതായത് പുറംകാഴ്ച സാധ്യമാകില്ല, ചുറ്റുപാടും ക്യാമറ ഉണ്ടാവും. ഈ ക്യാമറകൾ ഉപയോഗിച്ചായിരിക്കും പുറത്ത് ഏത് ഭാഗത്ത് നടക്കുന്ന ആക്രമണത്തെക്കുറിച്ചും ഇസ്രായേൽ സൈന്യത്തിന് വിവരം കിട്ടുക. അങ്ങനെ ഇസ്രായേൽ സൈന്യം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായ 3 ഭാഗങ്ങൾ ഒരേ സമയം അറ്റാക്ക് ചെയ്ത് അപ്രതീക്ഷിതമായ ആക്രമണങ്ങൾ നടത്തി തകർത്തു കളയുന്നു എന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത്. അബ്രാജൽ നദയിൽ IDFന്റെ വാഹന വ്യൂഹത്തിന് നേരെയാണ് ബോംബാക്രമണം ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ 3 ജീപ്പുകൾ കടന്നു പോകുന്നു. അതിൽ 2 ജീപ്പുകൾ പോയി കഴിഞ്ഞ് 3ാമത്തെ ജീപ്പിന് നേരെയാണ് ആക്രമണം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അൽ ഖസാസിം ഏരിയയിലെ സൈനികർ ക്യാമ്പ് ചെയ്തിരുന്ന ഒരു വീട് അങ്ങനെ തകർത്തു കളയുന്ന വീഡിയോ ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ട്. അത് ബസൂക്ക മിസൈലുകൾ ഉപയോഗിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് തകർക്കാൻ ഉപയോഗിച്ച ആ മിസൈലിന്റെ വീഡിയോ അടക്കം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സൈനികർ തമ്പടിക്കുകയോ ഹമാസിനെ തിരഞ്ഞു നടക്കുകയോ ഒക്കെ ചെയ്യുന്ന കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് അപ്രതീക്ഷിതമായ മിന്നലാക്രമണം. ഈ ആക്രമണത്തിലൂടെ ആ കെട്ടിടത്തിനുള്ളിലുണ്ടായ മുഴുവൻ സൈനികരെയും, ചിലപ്പോൾ ഒറ്റ ട്രൂപ്പായിരിക്കും, അവരെ മുഴുവനെയും അപായപ്പെടുത്താൻ ഹമാസിന് സാധിക്കുന്നുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതോടൊപ്പം തന്നെ IDFന്റെ ടാങ്കുകൾ തകർക്കുന്നുണ്ട്. അതായത് IDF ടാങ്ക്സ് ബ്ലോ അപ്പ് എന്നാണ്
ഹമാസ് അവകാശപ്പെടുന്നത്. എന്ന് വെച്ചാൽ ടാങ്കുകൾ പൊട്ടിച്ചിതറിക്കുകയാണ്. അതിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നത് അലിയാസിൻ 105, അലിയാസിൻ 105 എന്ന് പറയുന്ന ഷെല്ലുകളാണ്. ഹമാസിന്റെ അവകാശവാദങ്ങൾ പ്രകാരം ഈ ഷെല്ലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ ആ ടാങ്കുകൾ ഉപയോഗശൂന്യമാണ്. ടാങ്കുകളുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ തകർക്കുന്ന വിധത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഷെല്ലാണിത് എന്നും അതിൻ്റെ തുടർച്ചയായ ഉപയോഗം നടത്തുന്നുണ്ട് എന്നും ആ ഉപയോഗത്തിലൂടെ നിരവധി ടാങ്കുകൾ, മൾട്ടിപ്പിൾ ടാങ്ക്സ് എന്നാണ് പറയുന്നത്, നിരവധി ടാങ്കുകൾ തകർത്ത് തരിപ്പണമാക്കി ഉപയോഗശൂന്യമാക്കി കളയാൻ ഹമാസിന് സാധിച്ചിട്ടുണ്ട് എന്നുമൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. ഇതിന് ഇസ്രായേൽ സ്ഥിരീകരണം നൽകിയിട്ടില്ല എന്നത്തെയും പോലെ. പക്ഷേ ഇസ്രായേൽ പറയുന്നത് 3 സൈനികർ കൂടി ഞങ്ങളുടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് നേരെ ആക്രമണം ശക്തമാകുന്നുണ്ട്, ഞങ്ങൾ പ്രത്യാക്രമണം തുടരുകയും ചെയ്യുന്നുണ്ട് എന്നാണ്. ഇതിപ്പോൾ ആക്രമണവും പ്രത്യാക്രമണവും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കുകൾ പറയുന്നതല്ലാതെ ഇസ്രായേൽ ഈ ബന്ദികളെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഒന്ന് ആലോചിച്ച് നോക്കൂ, തുടങ്ങിയ സമയത്ത് ഇസ്രായേൽ പറഞ്ഞ അവകാശവാദങ്ങൾ എവിടെ എത്തി നിൽക്കുന്നുവെന്ന്. ബന്ദികളെ പൂർണ്ണമായും കണ്ടെത്തും, IDF അവരെ മോചിപ്പിക്കും, ടാങ്കുകളിൽ പട്ടിക വിടും, ഡ്രോണുകൾ വിടും, റോബോട്ടുകൾ പോകും, അതിനുശേഷം കടൽ വെള്ളവും ഒഴിക്കും. എന്നിട്ട് എന്തായി? എത്ര തുരങ്കങ്ങൾ തകർത്തു, എത്ര ബങ്കറുകളിൽ നിന്ന് IDFന്റെ ആളുകളെ പിടിച്ചു, എത്ര ബങ്കറുകളിൽ നിന്ന് ഈ തുരങ്കങ്ങളിൽ നിന്ന് അവരുടെ ആയുധങ്ങൾ കണ്ടെടുത്തു. ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പൊ 100 കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ പറയുമ്പോഴും അത് ഹമാസിന്റെ കേന്ദ്രങ്ങളാണോ? അതിനകത്ത് ഹമാസിന്റെ എത്ര തലവന്മാരുണ്ട്? ബന്ദികൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു മറുപടിയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വിവരങ്ങളോ ലഭ്യമല്ല. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്ന അതേ പ്രദേശങ്ങളിൽ ഇരട്ടി ആക്രമണങ്ങളും പുതിയ രീതികളും പുതിയ ആയുധങ്ങളും ഒക്കെയായി ഹമാസും തിരിച്ചടിക്കുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നത്. അതിൻ്റെ വീഡിയോകളാണ് ഇവർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ വീഡിയോകൾ ഹമാസ് തുടർച്ചയായി ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ ഞങ്ങൾ തോറ്റിട്ടില്ല, പിന്നോട്ടില്ല, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, തിരിച്ചടി ശക്തമാകുമെന്ന് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം പുതിയ വീഡിയോകൾ തുടർച്ചയായി ഈ ഹമാസ് ഈ തകർക്കുന്ന വീഡിയോകൾ, ഇസ്രായേൽ സൈന്യത്തെ തകർക്കുന്ന വീഡിയോകൾ പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മറ്റൊരു കണക്ക് വന്നിരിക്കുന്നത് 165 സൈനികർ ഇതുവരെ മരിച്ചുവെന്ന്, കരയുദ്ധത്തിന്റെ ഭാഗമായി മരിച്ചുവെന്ന് ഇസ്രായേലിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നു. എന്നാൽ 5000-ലധികം സൈനികർ മരിച്ചിട്ടുണ്ടാകുമെന്നാണ് ഗാസയുടെ മീഡിയ ഓഫീസ് ഡയറക്ടർ ഇന്നലെ ട്വീറ്റ് ചെയ്തത്. എലികളെപ്പോലെ കെണികളിൽ വീണ് മരിക്കാനായി ആ വിഡ്ഢികൾ വരുന്നു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. എന്തായാലും മരിച്ചവരെ അധിക്ഷേപിക്കാൻ ഞാൻ തയ്യാറല്ല. അതാരായാലും മൃതദേഹങ്ങളോട് ആദരവ് കാണിക്കണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പക്ഷേ എങ്കിലും ഗസയുടെ മീഡിയ ഓഫീസർ പറയുന്നത് ആ രീതിയിൽ ഞങ്ങൾ ഒരുക്കുന്ന കെണിയിലേക്ക് അവർ വന്ന് കയറുന്നു എന്നൊക്കെയാണ്. എന്തായാലും അലിയാസിൻ 105 ഷെല്ലുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട്, ബസൂക്ക മിസൈലുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് അക്രമം വിപുലീകരിക്കുകയാണ്, പ്രത്യാക്രമണം വിപുലീകരിക്കുകയാണ് ഹമാസ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ നേരം വരെയും, അതായത് യുദ്ധം ഏറ്റവും ശക്തമായ നിലയിലേക്ക് പോകുന്നു എന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചതിന് ശേഷം ഈ സമയം വരെയും ഹമാസ് തോറ്റുകൊടുക്കാനോ വിട്ടുകൊടുക്കാനോ യുദ്ധം നിർത്തണമെന്ന് പറയാനോ തയ്യാറായിട്ടില്ല. മറിച്ച് ഇന്ന് രാവിലെ പുറത്തു വന്ന വാർത്തകളിൽ ഹമാസ് വീണ്ടും പറഞ്ഞത് പൂർണ്ണമായും ഇസ്രായേൽ വെടിനിർത്താതെ ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്നു തന്നെയാണ്. അതേസമയം സാധാരണക്കാരായ സിവിലിയൻസ് മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 21,000 എന്ന ഭീകരസംഖ്യ കടന്നിരിക്കുന്നു മരണസംഖ്യ. കുട്ടികളുടെ മരണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അഭയാർത്ഥി ക്യാമ്പുകളിലെ ആക്രമണം വർദ്ധിക്കുന്നു. നിരാലംബരായി 10,000-കണക്കിന് മനുഷ്യർ ഇങ്ങനെ കഴിയുന്നു. എന്നു തീരുമെന്ന ഈ യുദ്ധം എന്ന ചോദ്യം തന്നെയാണ് പ്രസക്തം. യുദ്ധം തീരാൻ വേണ്ടി തന്നെയാണ് പ്രാർത്ഥനകളും. അത് ഉടൻ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്.